ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 174/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമേത്? റൗലത്ത് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? ഉദ്ധം സിംഗ്. ബന്ധമുള്ളവർ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ബന്ധമുള്ളവർ ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, ജവഹർലാൽ നെഹ്റു. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4, 6. അതായത് സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? കോടതിയെ സമീപിക്കാനാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ബന്ധമുള്ള കാര്യങ്ങൾ: 1903 SNDP സ്ഥാപിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റെനിൽ വിക്രം സിൻഹ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ആൻസേഴ്സ് എല്ലാം നേരെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇരുമ്പുരുക്ക് ശാലകളും അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളുടെ പേരുമാണ് തന്നിരിക്കുന്നത്. ഫിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കോറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. വിദ്യാഭ്യാസ സംസ്കാരവും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം? ന്യൂഡൽഹി. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റേത്? ആൻസർ ഓപ്ഷൻ ഡി. ബിയും ഡിയും തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? തന്നിരിക്കുന്നതിൽ തെറ്റ്. കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളതാണ് തെറ്റ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത? ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിമാലയം. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലങ്ങളും ദ്വീപുകളും. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് അതൊക്കെ. കേരളത്തിലെ നദികളുടെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യമെന്ന ക്രമരീതിയിൽ പട്ടികപ്പെടുത്തുക. തന്നിരിക്കുന്നവ: കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. കേരളത്തിലെ നദികൾ: ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, നെയ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത? NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, ജില്ലകൾ. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിയാൽ പദ്ധതി, എറണാകുളം.
കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ആൻസർ ഓപ്ഷൻ സി, ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളം. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഖദർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? രാജീവ് രഞ്ജൻ സിംഗ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിനിൽ എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക രീതിയിൽ എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം 800. ലോക അധ്യാപക ദിനം എന്ന്? ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും ശരിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. അതായത് വിറ്റമിൻ എയും വിറ്റമിൻ ഡിയും. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോർമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നവ ചാലനം, സംഹനനം, വിസരണം, വികിരണം. ഇതിൽ പെടാത്തത് വിസരണം. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? സിങ്ക്. പണ്ട് മരുഭൂമിയിലൂടെ കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ലാവോസിയ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ക്യൂലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? മീസിൽസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്പിഗ്മോ മാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. 2ഉം 3ഉം ശരി. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതി? മൃതസഞ്ജീവിനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യയിൽ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? മലിനജലത്തിലൂടെ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എസ് സോമനാഥ്. എക്സാം നടക്കുന്ന സമയത്ത് എസ് സോമനാഥ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണൻ. 7 × 8 / 2 × 14 + 3² = 11. 7² × 2 / 2 × 7 = 7.
1/2 1/2 2/3 3/4 1/5 ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1/5 1/2 2/3 3/4. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര? ആൻസർ ഓപ്ഷൻ സി 154. 41 - 30 + 45 + 7 × 7 = 375. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്ര? 500 km/h. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? 1408. 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? 5. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 8, 16, 27, 64. ആൻസർ ഓപ്ഷൻ ബി ആണ് 16. 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? 10. 2n+1 = 32 ആയാൽ n = ആൻസർ ഓപ്ഷൻ ബി 4. ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70ഉം ആകെ തലകൾ 30ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 20. 0.05 2 × 1/20 = ആൻസർ ഓപ്ഷൻ ബി ആണ് 0.05 3. 1, 2, 4, 8 എന്നീ സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ സി 16. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ എ 27. 1 + 2 × 3 / 6 - 1 = ആൻസർ ഓപ്ഷൻ സി 1. 11:132 = 22:. ആൻസർ ഓപ്ഷൻ ഡി 264. ഒറ്റയാൻ ഏത്? ചതുർഭുജം. 2, 3, 5, 7 etc. ഇങ്ങനെ തുടർന്നാൽ എട്ടാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ 19. 4 2/6 / 1 2/6 = 3 1/4.